നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. സംസ്ഥാനത്തെ അതീവ ജാഗ്രതാ നിർദ്ദേശം. ഇടുക്കിയിലും കാസർഗോഡും മിന്നൽ പ്രളയത്തിന് സാധ്യത. പ്രിയദർശിനിയിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു, അധിക്ഷേപിച്ച് CP ജോൺ. കോങ്കോയിൽ പടർന്ന് എബോള, 1700 മരണം. മഴക്കെടുതിയിൽ മരണം 22ആയി. അപകടം മുഖ്യമന്ത്രിയുടെയോ പ്രധാനമന്ത്രിയുടെയോ വീട്ടിലായിരുന്നെങ്കിലോ? സർക്കാർ അനാസ്ഥയിൽ പൊട്ടിത്തെറിച്ച് കടലിൽ കാണാതായ ജോണിന്റെ കുടുംബം. പേരാവൂരിൽ കാണാതായ ഹനീഫയുടെ മൃതദേഹം കിട്ടി, പ്രതീക്ഷകൾ അവസാനിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട രാജേഷിന്റെ മൃതദേഹം കണ്ടെത്തി. തിരുവനന്തപുരം. സംസ്ഥാനത്തെ 3 ദിവസമായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് ഇടുക്കിയിലും കാസർഗോഡും മിന്നൽ പ്രളയത്തിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 24 മണിക്കൂറിൽ ഇടുക്കി ജില്ലയുടെ പടിഞ്ഞാറൻ ഭാഗത്ത്, എറണാകുളം, കോട്ടയം ജില്ലകളുടെ അതിർത്തി പ്രദേശങ്ങളിൽ മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ടെന്നും പ്രദേശവാസികൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പുണ്ട്. അതിനു പുറമെ കാസർഗോഡ് ജില്ലയിലെ കിഴക്കൻ മേഖലയിലും മിന്നൽ പ്രളയ സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 25ആയി. 418 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. 52 വീടുകളാണ് മഴയിലും പ്രളയത്തിലും മണ്ണിടിച്ചിലിലുമായി പൂർണ്ണമായും തകർന്നിട്ടുള്ളത്. ഇന്ന് 8 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. തൃശയ്ക്കെതിരെ ദ്വയാർത്ഥ പ്രയോഗം. ഉദയനിധി സ്റ്റാലിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ചെന്നൈ. നടി തൃശയ്ക്കെതിരെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ നടനും തമിഴ്നാട് പ്രതിപക്ഷ നേതാവുമായ ഉദയനിധി സ്റ്റാലിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ഉദയനിധിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണമെന്നും അന്വേഷണ ആവശ്യകതകൾ പാലിക്കണമെന്നും നിർദ്ദേശിച്ചുകൊണ്ട് ഉദയനിധി സമർപ്പിച്ച ജാമ്യാപേക്ഷയും കോടതി സ്വീകരിച്ചു. ഇന്ന് രാവിലെയോടെയാണ് നീലാങ്കരയിലെ വസതിയിൽ വെച്ച് തഞ്ചാവൂർ ഈസ്റ്റ് പോലീസ് ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിനെ തുടർന്ന് പാർലമെന്റിൽ നടുത്തളത്തിലിറങ്ങി DMK MPമാർ പ്രതിഷേധിച്ചു. പാർലമെന്റ് കവാടത്തിന് മുൻപിലും പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഉദയനിധിയെ കയറ്റിയ പോലീസ് വാഹനം തടഞ്ഞ DMK പ്രവർത്തകർ സംഭവസ്ഥലത്ത് വൻ പ്രതിഷേധമാണ് ഉയർത്തിയത്. താൻ തെറ്റായി ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനിടെ ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു. അതേസമയം അറസ്റ്റ് സ്ത്രീകളുടെ താൽപര്യം സംരക്ഷിക്കാനാണെന്നും റിമാൻഡ് ചെയ്യേണ്ടതില്ലെന്നും സർക്കാർ അറിയിച്ചു. TVK നൽകിയ ഔദ്യോഗിക പരാതിയുടെയും ദേശീയ വനിതാ കമ്മീഷന് നൽകിയ കത്തിന്റെയും അടിസ്ഥാനത്തിലായിരുന്നു നടപടി. കാവേരി നദീജല തർക്കത്തിൽ തമിഴ്നാട് സർക്കാരിനെതിരായി തഞ്ചാവൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിലായിരുന്നു ഉദയനിധി സ്റ്റാലിന്റെ അധിക്ഷേപ പരാമർശം. തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമായ കാവേരി നദിയിലെ വെള്ളത്തിനായി ഇടപെടുന്നതിന് പകരം മറ്റ് ചില കാര്യങ്ങളിലാണ് ശ്രദ്ധയെന്നുമായിരുന്നു പരാമർശം. പിന്നാലെ വേദിക്ക് താഴെയുണ്ടായിരുന്ന DMK പ്രവർത്തകർ തൃശയുടെ പേര് വിളിച്ചു പറഞ്ഞതിന് ചെറുചിരിയായിരുന്നു ഉദയനിധിയുടെ മറുപടി. പിന്നാലെ ദ്വയാർത്ഥ പ്രയോഗം നടത്തി. തുടർന്ന് താൻ കാവേരി നദിയെക്കുറിച്ചാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് ഉദയനിധി ഒഴിഞ്ഞുമാറുകയായിരുന്നു. പ്രിയദർശിനിയിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു, അധിക്ഷേപിച്ച് CP ജോൺ. തിരുവനന്തപുരം. പണമില്ലാതെ പ്രിയദർശിനി ബസ്സുകളിൽ സ്ത്രീകൾ തള്ളിക്കയറുകയാണെന്ന് ഗതാഗത മന്ത്രി CP ജോൺ. മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളിലാണ് ഇവർ പഠിപ്പിക്കുന്നത്. അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകില്ല, പകരം സർക്കാർ ആശുപത്രി വരാന്തയിൽ കിടക്കുമെന്നും CP ജോൺ അധിക്ഷേപിച്ചു. അഭിനയം ചെറിയ കാര്യമല്ല. പാവപ്പെട്ടവനായി പണക്കാരൻ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ പണക്കാരനായി പാവപ്പെട്ടവൻ അഭിനയിക്കുന്നു. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത പെരുമാറ്റം. ബസ്സിനു കാശില്ലാത്ത സ്ത്രീകൾ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ്. സർക്കാർ സ്കൂളുകളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീകൾ സർക്കാർ ആശുപത്രി വരാന്തയിൽ തന്റെ അച്ഛനെയും അമ്മയെയും കൊണ്ടു കിടക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അതിശയിപ്പിക്കുകയാണ്, CP ജോൺ പറഞ്ഞു. കേരളത്തിലെ മുഴുവൻ KSRTC ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യമായി യാത്രാ ആനുകൂല്യം നൽകുമെന്ന് പ്രചരിപ്പിച്ച് വോട്ട് നേടാൻ ശ്രമിച്ച കോൺഗ്രസ് അധികാരത്തിലെത്തിയതോടെ ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൗജന്യം ലഭ്യമാക്കി സ്ത്രീകളെ വഞ്ചിക്കുകയായിരുന്നു.
മാത്രമല്ല, പ്രിയദർശിനി സൗജന്യ യാത്രയ്ക്കായി തിരഞ്ഞെടുത്ത പല ബസ്സുകളും പഴയതും ഗുണനിലവാരം കുറഞ്ഞതുമാണെന്ന വിമർശനവും ശക്തമായി ഉണ്ടായി. ഇതിന് പിന്നാലെയാണ് സർക്കാർ സ്ത്രീകൾക്ക് നൽകിയ ആനുകൂല്യം ഉപയോഗപ്പെടുത്താനായി ബസ്സിൽ യാത്ര ചെയ്യുന്നവരെ ഏറ്റവും മോശം ഭാഷയിൽ ഗതാഗത മന്ത്രി തന്നെ അധിക്ഷേപിക്കുകയുണ്ടായത്. പ്രിയദർശിനി സൗജന്യ യാത്രയെ സ്വന്തം മക്കളെ ഏതുതരം വിദ്യാഭ്യാസം നൽകണമെന്ന രക്ഷിതാക്കളുടെ സ്വാതന്ത്ര്യത്തെ വിമർശിക്കുന്ന വിഷയത്തിലേക്ക് മന്ത്രി താരതമ്യപ്പെടുത്തി. അതേസമയം തന്റെ പ്രസ്താവന വളച്ചൊടിച്ചതാണെന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ മന്ത്രി വീണ്ടും പരിഹാസ്യനായി. പ്രസ്താവനയ്ക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. 2 ദശാബ്ദം കൊണ്ട് നിർമ്മിച്ച മോദിയുടെ പ്രതിച്ഛായ 2 ആഴ്ചയ്ക്കുള്ളിൽ പൊളിഞ്ഞു. അരുന്ധതി റോയ്, ന്യൂഡൽഹി. 2 ദശാബ്ദം കൊണ്ട് നിർമ്മിച്ചെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ 2 ആഴ്ചത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭം കൊണ്ട് തകർന്നെന്ന് എഴുത്തുകാരി അരുന്ധതി റോയ്. ഏതൊരു തെരഞ്ഞെടുപ്പ് വിജയത്തെക്കാളും വലിയ രാഷ്ട്രീയ പ്രഹരമാണ് വിദ്യാർത്ഥികൾ മോദിക്ക് നൽകിയതെന്നും അവർ കൂട്ടിച്ചേർത്തു. മദർ മേരി കംസ് ടു മീ എന്ന തന്റെ പുതിയ പുസ്തകത്തിന്റെ ഹിന്ദി വിവർത്തനത്തിന്റെ പ്രകാശന ചടങ്ങിലായിരുന്നു അരുന്ധതി റോയിയുടെ പ്രതികരണം. 24 വർഷത്തെ പ്രതിച്ഛായ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ചതാണ്. ചിലർ അദ്ദേഹത്തെ വിഷ്ണുവിന്റെ അവതാരമെന്നാണ് വിളിക്കുന്നത്. പക്ഷേ ഒരു പത്രസമ്മേളനത്തിൽ പോലും സംസാരിക്കാറില്ല. 2 ആഴ്ചയ്ക്കുള്ളിൽ പാറ്റകൾ ആ 24 വർഷത്തെ നിർമ്മിതിയും തകർത്തെന്നായിരുന്നു അരുന്ധതി റോയ് പുസ്തക പ്രകാശന ചടങ്ങിൽ പറഞ്ഞത്. വർഷങ്ങൾ കൊണ്ട് നിർമ്മിച്ചെടുത്ത പൊയ്മുഖം ആഴ്ചകൾക്കുള്ളിൽ പൊളിച്ചെടുക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ജന്തർ മന്ദറിലെ പ്രതിഷേധം. ഇത് മറ്റേത് തെരഞ്ഞെടുപ്പ് വിജയങ്ങളെക്കാളും മികച്ചതാണ്. 1000 വർഷം ഒരേ അവസ്ഥയിൽ തന്നെ തുടരുമെന്നാണ് ചിലർ കരുതിയത്. എന്നാൽ 2 ആഴ്ച കൊണ്ട് തന്നെ വേരുകൾക്ക് ഇളക്കം തട്ടിയെന്ന് പരോക്ഷമായി വിമർശിക്കുകയായിരുന്നു അരുന്ധതി റോയ്. പ്രതീക്ഷകൾ അവസാനിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട രാജേഷിന്റെ മൃതദേഹം കണ്ടെത്തി. കണ്ണൂർ. കനത്ത മഴയിൽ ചെറുപുഴ പുളിങ്ങോം മീന്തുള്ളി തുരുത്തിൽ കാണാതായ തിരുവനന്തപുരം കല്ലിയൂർ കിഴക്കേ തെറ്റിവിളി സ്വദേശി രാജേഷിന്റെ മൃതദേഹം കിട്ടി. തേജസ്വിനി പുഴയ്ക്ക് നടുവിലെ തുരുത്തിൽ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. തുരുത്തിൽ ഒറ്റപ്പെട്ടു പോയ ബെന്നിയുടെ ജീവൻ രക്ഷിക്കാനായി സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരി നൽകിയ രാജേഷ് തിരിച്ച് പുഴ കടക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. മീന്തുള്ളി വെള്ളച്ചാട്ടത്തിലെ പരിശീലകനായിരുന്നു. ഓഗസ്റ്റ് 1 ശനിയാഴ്ച വൈകുന്നേരം 5ഓടെയാണ് ചെറുപുഴ പഞ്ചായത്തിലെ മീന്തുള്ളത്തുരുത്തിൽ ഒറ്റപ്പെട്ട ബെന്നിയെക്കുറിച്ചുള്ള വിവരം പുറംലോകമറിയുന്നത്. തുടർന്ന് രാജേഷും സുഹൃത്തുക്കളായ ഷിബിനും റാഫ്റ്റർ ജിതിനും ഉടൻ തന്നെ രക്ഷാപ്രവർത്തനത്തിനിറങ്ങി. കരകവിഞ്ഞൊഴുകുന്ന പുഴ നീന്തിയാണ് ബെന്നിയെ രക്ഷിക്കാൻ മൂവരും തുരുത്തിലെത്തിയത്. രാജേഷ് തന്റെ ലൈഫ് ജാക്കറ്റ് ബെന്നിക്ക് നൽകി തിരിച്ച് പുഴ കടക്കവേ കയറിൽ നിന്ന് പിടിവിട്ട് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. നീന്താൻ ശ്രമിച്ചെങ്കിലും മുങ്ങിപ്പോയി. വെള്ളത്തിൽ തണുത്തു ശരീരം കോച്ചിപ്പിടിച്ചതാവാം കാരണമെന്ന് സംശയിക്കുന്നു. സാഹസികത എന്നും ഹരമായിരുന്ന രാജേഷ് മുമ്പ് വയനാട്ടിലും രക്ഷാപ്രവർത്തനത്തിന് പോയിരുന്നു. അഡ്വഞ്ചർ ഡിസാസ്റ്റർ സൊസൈറ്റിയിൽ അംഗമായ രാജേഷ് 1 മാസം മുൻപാണ് പരിശീലനത്തിനായി കണ്ണൂരിലെത്തിയത്. ത്രോബോളിൽ ദേശീയ ടീം അംഗവുമാണ്. 2 വർഷം മുൻപ് രാജേഷിന്റെ ഇളയ സഹോദരൻ രഞ്ജിത്ത് ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചിരുന്നു. കല്ലിയൂർ കിഴക്കേ തെറ്റിവിള രാജേഷ് ഭവനിൽ രാജശേഖരന്റെയും ഗീതയുടെയും മകനാണ്. ഭാര്യ ഷാഫിയ, മക്കൾ ആർഷൻ, അഭിഷേക്, സഹോദരി ആശ. പേരാവൂരിൽ കാണാതായ ഹനീഫയുടെ മൃതദേഹം കിട്ടി. പേരാവൂർ. കണ്ണൂർ ഇരിട്ടി കാഞ്ഞിരപ്പുഴയിൽ കഴിഞ്ഞ ശനിയാഴ്ച കാണാതായ VP ഹനീഫയുടെ മൃതദേഹം കണ്ടെടുത്തു. കാഞ്ഞിരപ്പുഴ പാലത്തിന് 200ഓളം മീറ്റർ അകലെ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. ഹനീഫയെ തിരയാനായി വയനാട് കൽപ്പറ്റയിൽ നിന്ന് 12 പേരടങ്ങിയ തുർക്കി ജീവൻ രക്ഷാ സമിതിയിലെ നീന്തൽ വിദഗ്ധ സംഘം തിങ്കളാഴ്ച എത്തിയിരുന്നു. പേരാവൂർ, മട്ടന്നൂർ, കൂത്തുപറമ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങളും സിവിൽ ഡിഫൻസ് സന്നദ്ധ ഭടന്മാരും തിരച്ചിൽ പങ്കാളികളായി. ചൊവ്വാഴ്ച രാവിലെ മഴ വിട്ടുനിന്നതോടെ പുഴയിൽ ജലനിരപ്പ് കുറഞ്ഞു. കലക്കുവെള്ളം തെളിയാൻ തുടങ്ങിയതോടെയാണ് മൃതദേഹം കിട്ടിയത്. അപകടം മുഖ്യമന്ത്രിയുടെയോ പ്രധാനമന്ത്രിയുടെയോ വീട്ടിലായിരുന്നെങ്കിലോ? സർക്കാർ അനാസ്ഥയിൽ പൊട്ടിത്തെറിച്ച് കടലിൽ കാണാതായ ജോണിന്റെ കുടുംബം. തിരുവനന്തപുരം. വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ പുല്ലുവിള സ്വദേശി ജോണിനായുള്ള തിരച്ചിൽ അനാഥയെന്ന് കുടുംബം. നേവി തിരച്ചിൽ നടത്തണമെന്നാണ് ആവശ്യമെന്നും എന്നാൽ 5 ൽ കൂടുതലോ പേർ കടലിൽ അപകടത്തിൽപ്പെട്ടാൽ മാത്രമേ
നേവിയോ കേന്ദ്ര സർക്കാരോ ഇടപെടൂ എന്നാണ് അധികൃതർ പറയുന്നതെന്നും ജോണിന്റെ മകൾ പറഞ്ഞു. അപകടം മുഖ്യമന്ത്രിയുടെയോ പ്രധാനമന്ത്രിയുടെയോ വീട്ടിലായിരുന്നെങ്കിൽ വെറുതെയിരിക്കുമോയെന്നും കുടുംബം ചോദിക്കുന്നു. അച്ഛനായുള്ള തിരച്ചിൽ 5 ദിവസമായി. മത്സ്യത്തൊഴിലാളികൾക്കുള്ള രക്ഷാപ്രവർത്തനം എവിടെ? മത്സ്യത്തൊഴിലാളികളെ എന്തിന് അവഹേളിക്കുന്നു? അവരിൽ നിന്ന് നികുതി വാങ്ങുന്നില്ലേ? അവർ പൗരന്മാരല്ലേ? രക്ഷാപ്രവർത്തനത്തെപ്പറ്റി ചോദിക്കുമ്പോൾ എത്രയും സിസ്റ്റമേയുള്ളൂ എന്നാണ് പറയുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി എത്ര കോടി രൂപയാണ് ബജറ്റിൽ മാറ്റിവെക്കുന്നത്? ഏതെല്ലാം എവിടെ? FIR മാത്രം എഴുതാനുള്ള ഓഫീസായി കോസ്റ്റ് ഗാർഡ് മാറുകയാണ്. വലിയ അനാസ്ഥയാണ് കാണിക്കുന്നത്, ജോണിന്റെ മകൾ പറഞ്ഞു. മുതലപ്പുഴയിലും കോവളത്തും കടൽക്ഷോഭത്തെ തുടർന്ന് അപകടത്തിൽപ്പെട്ട 2 മത്സ്യത്തൊഴിലാളികളെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. സർക്കാർ സംവിധാനങ്ങളെല്ലാം പാളിയതോടെ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിലും തിരച്ചിൽ നടക്കുകയാണ്. മഴക്കെടുതിയിൽ മരണം 22ആയി. തിരുവനന്തപുരം. മഴക്കെടുതിയിൽ നിന്ന് കരകയറാതെ കേരളം. ചൊവ്വാഴ്ച 4 മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ മരണം 22ആയി. വെള്ളക്കെട്ടിൽ വീണ് കാണാതായ കോട്ടയം മണർക്കാട് പറമ്പുങ്കര പാലൂപ്പറമ്പിൽ PS ശരൺ, കണ്ണൂർ കാഞ്ഞിരപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ കോട്ടപുരം സ്വദേശി VP ഹനീഫ, ആലപ്പുഴ പണ്ടനാട്ടിൽ ഒഴുക്കിൽപ്പെട്ട ശിവദാസൻ എന്നിവരുടെ മൃതദേഹം ചൊവ്വാഴ്ച കണ്ടെത്തി. കോഴിക്കോട് വെള്ളക്കെട്ടിൽ വീണ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന പെരുവയൽ കൊണാറമ്പ് സ്വദേശി സുഹൈലും മരിച്ചു. തിങ്കൾ വൈകിട്ട് 6ഓടെയാണ് പറമ്പുകര ലക്ഷ്യം കോളനി പാലൂപ്പറമ്പിൽ PS ശരണിനെ കാണാതായത്. ശരണിന്റെ വീടിരിക്കുന്ന ഭാഗത്ത് വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു. ജലനിരപ്പ് ഉയർന്നതോടെ മുറ്റത്ത് വെച്ചിരുന്ന വാട്ടർ ടാങ്ക് പാടശേഖരത്തിലേക്ക് ഒഴുകിപ്പോയതോടെ ഇതെടുക്കാനിറങ്ങിയപ്പോൾ മുങ്ങിപ്പോവുകയായിരുന്നു. പയറു കൃഷിക്കായി കെട്ടിയിരുന്ന പ്ലാസ്റ്റിക് കയറുകളിൽ കുരുങ്ങിയാണ് അപകടം. മൃതദേഹം കണ്ടെത്തിയത് കയറിനിടയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു. ശനിയാഴ്ച ഉച്ചയോടെ പുഴയിലൂടെ ഒഴുകിവരുന്ന തേങ്ങ ശേഖരിക്കുന്നതിനിടെ ഹനീഫ ഒഴുക്കിൽപ്പെട്ടത്. പണ്ടനാട് പഞ്ചായത്തിലെ മുളംപോന്തറയിൽ താമസിക്കുന്ന ശിവദാസിന്റെ മൃതദേഹം ചൊവ്വാഴ്ചയാണ് കണ്ടെത്തിയത്. അച്ഛൻ കല്ലിശ്ശേരി സ്വദേശി കുഞ്ഞൻ ശിവ, അമ്മ ഓമനക്കുട്ടി, ഭാര്യ സജിത, മകൻ ശിവനന്ദൻ 1.5 വയസ്സ്. കനത്ത മഴയിൽ വെള്ളപ്പൊക്കം കാണാൻ പോയപ്പോഴാണ് സുഹൈലും വെള്ളക്കെട്ടിൽ വീണത്. ശനി രാത്രി 10ഓടെയാണ് അപകടം സംഭവിച്ചത്. വീടിനോട് ചേർന്നുള്ള വയലിലുണ്ടായ വെള്ളപ്പൊക്കം കാണുന്നതിന് സുഹൃത്തുക്കളോടൊപ്പം പോയ സുഹൈൽ കാൽ വഴുതി വെള്ളക്കെട്ടിലേക്ക് വീഴുകയായിരുന്നു. ഉടൻ തന്നെ പ്രദേശവാസികൾ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ആദ്യം കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീട് വീണതിന് തൊട്ട് എതിർവശത്തെ വെള്ളക്കെട്ടിൽ നിന്നാണ് സുഹൈലിനെ കണ്ടെത്തിയത്. കരയ്ക്കെത്തിച്ച സുഹൈലിനെ ആദ്യം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വ രാവിലെയോടെ മരിച്ചു. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കോങ്കോയിൽ പടർന്ന് എബോള, 1700 മരണം. ബുനിയ. കിഴക്കൻ കോങ്കോയിൽ എബോള ബാധിച്ച് ഇതുവരെ 1700 പേർ മരിച്ചതായി അധികൃതർ. രോഗം അതിവേഗം വ്യാപിക്കുന്നതായും അധികൃതർ വ്യക്തമാക്കി. ആഗസ്റ്റ് 4 വരെ 3802 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 1707 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. പകർച്ചവ്യാധിയുടെ വ്യാപനം ഉച്ചസ്ഥായിലാണെന്നും CDC വ്യക്തമാക്കി. പുതിയ കേസുകളിൽ ഏകദേശം 80% സമ്പർക്ക പട്ടികയിലൂടെ കണ്ടെത്തുന്നതല്ലെന്നും സമൂഹ വ്യാപനം ശക്തമാണെന്നും ആഫ്രിക്ക CDC ഡയറക്ടർ ജനറൽ ഡോക്ടർ ജീൻ കസേയ അറിയിച്ചു. മെയ് 15-നാണ് കോംഗോയിൽ എബോള പൊട്ടിപ്പുറപ്പെട്ടത്. അംഗീകൃത വാക്സിനുകളോ ചികിത്സയോ ഇല്ലാത്ത ബുണ്ടിബുഗ്യോ വൈറസ് ആണ് നിലവിലെ രോഗബാധയ്ക്ക് കാരണം. സമ്പർക്കം കണ്ടെത്തുന്നതിലെ കാലതാമസം, രോഗം വ്യാപിച്ച സംഘർഷബാധിത പ്രദേശങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിലെ ബുദ്ധിമുട്ടുകൾ, ജനങ്ങളുടെ അവിശ്വാസം, സായുധ സംഘങ്ങളുടെ ആക്രമണം, സുരക്ഷാ ബുദ്ധിമുട്ടുകൾ എന്നിവ പ്രതിരോധ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതായി ആഫ്രിക്കൻ CDC പറഞ്ഞു. സംഘർഷത്തെ തുടർന്നും അനധികൃത ഖനനം മൂലവും നിരവധി പേർ പലായനം ചെയ്തത് രോഗബാധിതരുമായി സമ്പർക്കം പുലർത്തിയവരെ കണ്ടെത്തുന്നതിന് തടസ്സമായി. കിഴക്കൻ കോങ്കോയിലെ വിദൂര പ്രവിശ്യയായ ഇറ്റ്യൂരിയിലാണ് 90% കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. രാജ്യത്തെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ കിസംഗാനി ഉൾപ്പെടെ മറ്റ് 5 പ്രവിശ്യകളിലും കേസുകൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അയൽരാജ്യമായ ഉഗാണ്ടയിലും രോഗബാധയുണ്ടെങ്കിലും ജൂൺ മധ്യത്തിൽ അവസാനത്തെ രോഗിയും ആശുപത്രി വിട്ടതിനെ തുടർന്ന് രാജ്യം എബോള മുക്തമായതായി അധികൃതർ പ്രഖ്യാപിച്ചു. ശമ്പളം നൽകാത്തതിനെ തുടർന്ന് ആരോഗ്യ പ്രവർത്തകർ സമരം ആരംഭിച്ചതും വെല്ലുവിളിയായി. ശമ്പളം നൽകാത്തതിനെ തുടർന്ന് മോങ്ക്വാലുവിലെ ആരോഗ്യ പ്രവർത്തകർ തിങ്കളാഴ്ച മുതൽ സമരം ആരംഭിച്ചു. ബുനിയയിലെ ആരോഗ്യ പ്രവർത്തകരും ശമ്പളക്കുറവും അപകടകരമായ തൊഴിൽ സാഹചര്യങ്ങളും ഉന്നയിച്ച് പണിമുടക്കിയിരുന്നു.
എബോള പൊട്ടിപ്പുറപ്പെട്ടതു മുതൽ 100-ലധികം ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിച്ചിട്ടുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി. മുൻകാലങ്ങളിലേക്കാൾ വേഗത്തിലാണ് രോഗവ്യാപനമെന്നും മരണസംഖ്യ ഉയർന്നതാണെന്നും അധികൃതർ വ്യക്തമാക്കുന്നു. 2014-2016 28,000 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 11,000 പേർ മരിച്ചു. ഈ കാലയളവിൽ രോഗം പൊട്ടിപ്പുറപ്പെട്ട ശേഷം 8 മാസത്തിനിടെയാണ് 1000 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് കണ്ണൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും 5/8/2026 ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് അവധി പ്രഖ്യാപിച്ചു. ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ ഉൾപ്പെടെയുള്ളവ അടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. എന്നാൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല. റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല. പ്രതികൂല കാലാവസ്ഥ വയനാട്ടിലേക്കുള്ള യാത്ര നിയന്ത്രിക്കും. വയനാട്ടിലേക്ക് അടിയന്തര ആവശ്യങ്ങൾക്കുള്ള യാത്ര മാത്രം. പാൽച്ചുരം റോഡിൽ രാത്രിയാത്ര നിരോധനം തുടരും. വയനാട്ടിൽ അതിശക്തമായ മഴയുള്ളതിനാൽ അപകട സാധ്യത കണക്കിലെടുത്ത് കണ്ണൂരിൽ നിന്ന് അങ്ങോട്ടേക്കുള്ള യാത്ര നിയന്ത്രിക്കുമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ ജില്ലാ കലക്ടർ പി വിഷ്ണുരാജ് അറിയിച്ചു. കണ്ണൂരിന്റെയും വയനാടിന്റെയും അതിർത്തി പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ, റോഡിലേക്ക് പാറ വീഴൽ, വെള്ളം കയറൽ, ഗതാഗത സ്തംഭനം എന്നിവയൊക്കെ പ്രതീക്ഷിക്കാമെന്നതിനാലാണ് വളരെ അടിയന്തര ആവശ്യങ്ങൾക്കല്ലാതെ വയനാട്ടിലേക്കുള്ള യാത്ര അനുവദിക്കില്ല. പാൽച്ചുരം റോഡിൽ വൈകിട്ട് 6 മണി മുതൽ പിറ്റേന്ന് പുലർച്ചെ 6 മണി വരെയുള്ള രാത്രിയാത്ര നിരോധനം തുടരും. പ്രതികൂല കാലാവസ്ഥാ സാഹചര്യം കണക്കിലെടുത്ത് ജനങ്ങൾ പരമാവധി സഹകരിക്കണമെന്ന് ജില്ലാ കലക്ടർ അഭ്യർത്ഥിച്ചു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ. കണ്ണൂരിൽ വൻ ഡാൻസ് ഫെസ്റ്റിവൽ ജൂലൈ അവസാന വാരം നടക്കുന്നു. വിവിധ ഇനങ്ങളിൽ മത്സരിക്കാം. 2 ലക്ഷത്തിന്റെ സമ്മാനങ്ങൾ. ഉടൻ രജിസ്റ്റർ ചെയ്യൂ. വിളിക്കുക 944737